കോളിളക്കം സൃഷ്ടിച്ച എപ്സ്റ്റൈൻ ഫയൽസ് വീണ്ടും ഒരിക്കൽ കൂടി അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ചൂടുപിടിക്കുകയാണ്. ബാലപീഡനം, മനുഷ്യക്കടത്ത്, ലൈംഗിക പീഡന പരമ്പരകൾ ഉൾപ്പെടെയുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളടങ്ങിയ കേസുകെട്ടുകളുടെ നീണ്ട അധ്യായമടയ്ക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനമാണ് വീണ്ടും ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ജെഫ്രി എപ്സ്റ്റൈന്റെ സീക്രട്ട് VIP ക്ലയന്റ് ലിസ്റ്റിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമുണ്ടെന്ന് ഇലോൺ മസ്ക് ആരോപണമുയർത്തി ദിവസങ്ങൾക്കകമാണ് ഭരണകൂടത്തിന്റെ നീക്കം. ഇതിനെതിരെ ട്രംപിന്റെ മാഗ ടീമിലെ പ്രമുഖർ തന്നെ എതിർപ്പുമായി രംഗത്തെത്തി കഴിഞ്ഞു. വിവാദങ്ങൾ ഒരു വശത്ത് കൊഴുക്കുമ്പോഴാണ് പ്രമുഖ US മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനും പോഡ്കാസ്റ്ററുമായ ടക്കർ കാൾസൺ ഗുരുതരമായൊരു ആരോപണം ഉയർത്തിയിരിക്കുന്നത്. ഇസ്രായേൽ നിർദ്ദേശപ്രകാരം അമേരിക്കയിലെ പ്രബലരായ രാഷ്ട്രീയ നേതാക്കളെ സെക്സ് കെണിയിൽ കുരുക്കുകയായിരുന്നു എപ്സ്റ്റൈൻ ചെയ്തതെന്നും കാൾസൺ ആരോപിക്കുന്നു. ജെഫ്രി എപ്സ്റ്റൈൻ ഇസ്രായേൽ ചാരസംഘമായ മൊസാദിനു വേണ്ടി പ്രവർത്തിച്ചെന്നാണ് വെളിപ്പെടുത്തൽ. മൊസാദിനു വേണ്ടി അമേരിക്കയിലെ ഉന്നതരെ ലക്ഷ്യമിട്ട് ബ്ലാക്ക്മെയിൽ ഓപ്പറേഷൻ നടത്തുകയായിരുന്നു ജെഫ്രി എപ്സ്റ്റൈൻ ചെയ്തതെന്നാണ് കാൾസൺ ആരോപിക്കുന്നത്. അത് അമേരിക്കൻ ഏജൻസിയുമല്ല. ആർക്കു വേണ്ടിയാണ് അയാൾ പ്രവർത്തിച്ചതെന്ന് ചോദ്യമുയർത്താനുള്ള എല്ലാ അവകാശവും നമുക്കുണ്ടെന്നും കാൾസൺ പറഞ്ഞു. എപ്സ്റ്റൈന് ഇസ്രായേലുമായി ബന്ധമുണ്ടെന്ന് പറയുന്നത് വിദ്വേഷമോ സെമിറ്റിക് വിരുദ്ധതയോ ഒന്നുമല്ല. അത് പറയുന്നതിലും ചോദ്യമുയർത്തുന്നതിലും ഒരു തെറ്റുമില്ല. മുൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയെ കൊന്നത് CIA ആണെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ അമേരിക്കൻ വിരുദ്ധനാകുന്നില്ലല്ലോ. ഒരു ഭരണകൂട ഏജൻസിയുടെ സ്വഭാവത്തെ വിമർശിച്ചാൽ നമ്മൾ അതിനെ വെറുക്കുന്നു എന്നല്ല അതിനർത്ഥം. ഒരു വിദേശ ഏജൻസിയെയും നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ വിടരുതെന്നാവശ്യപ്പെടാനുള്ള എല്ലാ അവകാശവും നമുക്കുണ്ടെന്നും വ്യക്തമാക്കുന്നു കാൾസൺ. എഹൂദ് ബരാക്കുമായുള്ള എപ്സ്റ്റൈന്റെ അടുത്ത ബന്ധവും കാൾസൺ ഉദാഹരണമായി നിരത്തുന്നുണ്ട്. അമേരിക്കയിലെ പ്രബലരും ശക്തരുമായ പലരും ആ രഹസ്യ പട്ടികയിലുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയൊരു സീക്രട്ട് ക്ലയന്റ് ലിസ്റ്റ് തന്നെ ഇല്ലെന്നാണ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഒടുവിൽ വ്യക്തമാക്കിയത്. വിവാദങ്ങൾ ഒരു വശത്ത് കൊഴുക്കുമ്പോഴാണ് പ്രമുഖ US മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനും പോഡ്കാസ്റ്ററുമായ ടക്കർ കാൾസൺ ഗുരുതരമായൊരു ആരോപണം ഉയർത്തിയിരിക്കുന്നത്. വിദേശ ഏജൻസിക്ക് വേണ്ടി ബ്ലാക്ക്മെയിൽ ഓപ്പറേഷൻ നടത്തുകയായിരുന്നു അയാൾ. ഓരോ വാഷിംഗ്ടൺകാരനും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. മറുത്തു ചിന്തിക്കുന്ന ഒരാളെയും അവിടെ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ അവരൊന്നും ഇസ്രായേലിനെ വെറുക്കുന്നവരുമല്ല. അങ്ങനെയൊരു കാര്യം സംഭവിച്ചോ എന്നത് ഉറക്കെ പറയേണ്ട സമയമാണിത്. ഇസ്രായേൽ ഭരണകൂടത്തോട് അത്തരമൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ അക്കാര്യം നിങ്ങളോട് പറയാൻ ഉദ്ദേശമില്ല എന്നായിരുന്നു മറുപടി ലഭിച്ചത്. അമേരിക്ക ഇസ്രായേലിനെ സാമ്പത്തികമായി സഹായിക്കുന്നത് തുടരുന്നുണ്ടെങ്കിൽ മൊസാദ് അമേരിക്കയിൽ കുറ്റകൃത്യങ്ങൾ നടത്തുന്നുണ്ടോ എന്നറിയാനുള്ള അവകാശം പൗരന്മാർക്കുമുണ്ട്. എന്നാൽ അങ്ങനെ പറയുന്നത് വിദ്വേഷവും മതനിന്ദയുമായി കരുതുന്ന തരത്തിൽ ആളുകൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നും പ്രസംഗത്തിൽ ടക്കർ കാൾസൺ ചൂണ്ടിക്കാട്ടുന്നു.